ഇന്നാണ് നിഹയ്ക്കും അച്ചുവിനും AJ ഡിസൈനിങ് കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടത്. നിഹ രാവിലെ കുളിച്ചു സുന്ദരി കുട്ടപ്പിയായി അച്ചുവിൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പോയി തിരികെ വന്നു. ശേഷം ഓഫീസിൽ പോവാനായി റെഡിയായി വന്നപ്പോഴേക്കും ഏട്ടത്തി അവൾക്കുള്ള ഫുഡുമായി വന്നു. എൻ്റെ ഏട്ടത്തി, എനിക്ക് കഴിക്കാനൊന്നും വേണ്ടെന്നേ. എനിക്ക് ഇന്നൊന്നും ഇറങ്ങില്ല. ആകെ ഒരു വെപ്രാളം. അതൊന്നും പറ്റില്ല. നീ കഴിക്കാതെ പോയാ നിൻ്റെ ഏട്ടൻ്റെ വഴക്ക് മുഴുവൻ കേൾക്കേണ്ടത് ഞാനായിരിക്കും. നീ ഇവിടെ ഇരുന്നേ, ഞാൻ വാരിത്തരാം എന്നും പറഞ്ഞ രേഷ്മ നിഹയ്ക്ക് വാരിക്കൊടുക്കാൻ തുടങ്ങി. അന്നേരം അവൾ അച്ചുവിന് മെസ്സേജ് ചെയ്തു. ഇതൊക്കെയും വീക്ഷിച്ചുകൊണ്ട് തൊട്ടരികിൽ യാഗ ഭക്ഷണം കഴിക്കുന്നുണ്ട്. മതി ഏട്ടത്തി, ഇത് കൂടി കഴിക്കണ്ട കുഞ്ഞോളെ. രേഷ്മ അവളുടെ വായിലേക്ക് ഒരു ഉരുള കൂടി വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇതുകൂടി കണ്ടതും യാഗ ദേഷ്യം മുഴുവനും ഭക്ഷണത്തോട് തീർത്തു. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, എന്നെ എന്താ വല്ല തവിടും കൊടുത്ത് വാങ്ങിയതാണോ? എട്ടും പൊട്ടും തിരിയാത്ത സ്വന്തം മോൻ്റെ മുന്നിൽ വെച്ച് കെട്ടിച്ചു വിടാറായ നാത്തൂന് വാരിക്കൊടുക്കുന്നു. ഇതെവിടത്തെ ന്യായം? ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ ഹൃദയമാണ് ഇവിടെ തകർന്നു പോകുന്നത്. അത് നിങ്ങൾ ഓർക്കണം. യാഗിൻ്റെ സംസാരം കേട്ട് രേഷ്മയും നിഹയും മുഖത്തോട് മുഖം നോക്കി. എവിടെ ആ പിഞ്ചു കുഞ്ഞും തകർന്ന ഹൃദയവും? ഞാൻ കാണുന്നില്ലല്ലോ, നിഹ പ്രത്യേക ഗീണത്തിൽ പറഞ്ഞു. ദിസ് ഈസ് ടു മച്ച്. ഈ അപ്പ എന്നെ പിന്നെയും പിന്നെയും കുത്തി നോക്കുന്നു. ഏട്ടത്തി, മോന് കുശുമ്പ് കുത്തിയിട്ടാ. എനിക്കെന്തായാലും മതി. ഇനി മോന് വാരി കൊടുത്തേക്ക്. അതും പറഞ്ഞ് നിഹ എഴുന്നേറ്റ് വാ കഴുകി വന്നു. അന്നേരം രേഷ്മ യാഗിൻ്റെ അരികിൽ വന്നിരുന്നു. അവന് വാരിക്കൊടുക്കുമ്പോൾ അവനത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. നിഹ ചെറുചെറിയാൽ ആ കാഴ്ച നോക്കി നിന്നു. തൻ്റെ ഏട്ടത്തിയുടെയും യാഗിൻ്റെയും കവളിൽ ഉമ്മ വെച്ചു. അപ്പേ, ഓൾ ദി ബെസ്റ്റ്, യാഗ് പറഞ്ഞു. താങ്ക് യുടാ ചക്കരെ. ഒരു നാൾ നീയും ഇതുപോലെ AJയേക്കാൾ വലിയൊരു കമ്പനിയിൽ ഡിസൈനറായി ജോലി ചെയ്യും, നിഹ അവൻ്റെ കവളി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. നോ വേ അപ്പേ. അല്ലേലും പുരുഷന്മാർക്ക് ഫാഷൻ ഡിസൈനിങ് ഇൻഡസ്ട്രിയിലെ അത്രയ്ക്കങ്ങോട്ട് തിളങ്ങാൻ പറ്റില്ലെന്ന്. എന്നിട്ടാണോ മനീഷ് മൽഹോത്ര നക്ഷത്രം പോലെ തിളങ്ങുന്നത്? നിഹ അവൻ്റെ നേരെ ചോദ്യം ഉന്നയിച്ചു. എൻ്റെ അപ്പേ, മനീഷ് മൽഹോത്ര എവിടെ കിടക്കുന്നു? ഈ യാഗ് അനിരുദ്ധ് എവിടെ കിടക്കുന്നു? മനീഷ് മൽഹോത്ര മുംബൈയിൽ അങ്ങേരുടെ വസതിയിൽ വില കൂടിയ മെത്തേ കിടക്കുന്നു. യാഗ് അനിരുദ്ധ് ഇവിടെ ഈ കൊച്ചു കേരളത്തിലെ ഈ കൊച്ചു വീട്ടിലെ മെത്തേ കിടക്കുന്നു. മനീഷ് മൽഹോത്രയുടെ അത്രയും വരില്ലേലും എൻ്റെ ഏട്ടൻ, അതായത് നിൻ്റെ അച്ഛൻ, അത്യാവശ്യം നല്ല മെത്ത തന്നെയാണ് നിനക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. ആഹാ, നല്ല ഫ്രഷ് കോമഡി. എൻ്റെ അപ്പേ, മനീഷ് മൽഹോത്രയെക്കാളും ഇപ്പോൾ ഫാൻ ബേസ് ഉള്ളതേ യങ് IAS ആൻഡ് IPS ഓഫീസർക്കാണ്. +2 കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഡിഗ്രി ഒപ്പിച്ചേ ആ 3 വർഷത്തിനിടയിൽ UPSC കോച്ചിങ്ങിനും ചേർന്ന് എല്ലാം മരച്ച് കലക്കി കുടിച്ചേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി എല്ലാം കഴിഞ്ഞ് IPS ഓഫീസറായി സ്വന്തം നാട്ടിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു അന്തസ്സ് ഈ ഡിസൈനറായാൽ കിട്ടുമോ? അന്ന് എൻ്റെ ആദ്യ സല്യൂട്ട് എൻ്റെ അച്ഛനായിരിക്കും. അതെൻ്റെ സ്വപ്നമാണ്. അപ്പം നിൻ്റെ അമ്മയ്ക്കില്ലേ? നിഹ ചോദിച്ചു. എന്ത് സല്യൂട്ട്? പിന്നെ ഇല്ലാതിരിക്കുമോ? അമ്മയ്ക്ക് മാത്രമല്ല, അപ്പയ്ക്ക് കൂടിയുണ്ട്. അപ്പയ്ക്കുള്ള സല്യൂട്ട് അതിൻ്റെ മധുര പ്രതികാരമായിരിക്കും. അത് കഴിഞ്ഞ ഉടനെ വല്ല സമാധി കേസ് വന്നാൽ മതിയായിരുന്നു. ഞാനൊന്ന് ഷൈൻ ചെയ്തേനെ, യാഗ പ്രത്യേക താളത്തിൽ പറഞ്ഞു. ഏട്ടത്തിയേ, ഇങ്ങനെ പോയാൽ നിങ്ങളുടെ സമാധാനം പോട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടില്ല, നിഹ അവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ഏട്ടത്തിയോട് പറഞ്ഞു. അപ്പോഴേക്കും അക്ഷര കൂടി അങ്ങോട്ടേക്ക് വന്നു. ശേഷം നിഹയുടെ സ്കൂട്ടിയുടെ പിറകിലിരുന്ന് ഇരുവരും ഓഫീസിലേക്ക് തിരിച്ചു. നിഹയുടെ വണ്ടി AJ ഡിസൈൻ സ്പോട്ട് എന്ന ഫേമിൻ്റെ പടുകൂറ്റൻ ഗേറ്റിനകത്തേക്ക് കടന്നു. വർക്കേഴ്സിന് അനുവദിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത് ഇരുവരും മുന്നോട്ട് നടന്നു. ഒരുപാട് സുന്ദരന്മാരും സുന്ദരികളും കോമ്പൗണ്ടിനകത്ത് അങ്ങ് ഉലാത്തുകയാണ്. ഇത് കണ്ടതും നിച്ചുവിൻ്റെയും അച്ചുവിൻ്റെയും മുഖം ഒന്നുകൂടി വിടർന്നു, പ്രത്യേകിച്ച് ആ സുന്ദരന്മാരെ കണ്ടപ്പോൾ. അതിനിടയിലാണ് അച്ചുവിന് പരിചയമുള്ള ഒരു പെണ്ണിനെ അവിടെ കാണുന്നതും അവൾ സംസാരിക്കുന്നതും. അന്നേരം നിഹ മുന്നോട്ട് നടന്നു. ചുറ്റിലും ഇങ്ങനെ സുന്ദരന്മാരെ കണ്ടപ്പോൾ തൻ്റെ മേക്കപ്പും ലുക്കും ഓക്കെ അല്ലേ എന്നൊരു തോന്നൽ. എന്തായാലും ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടേക്കാം എന്നവൾ കരുതി. അന്നേരമാണ് അവിടെ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെ ചുറ്റിലൊന്ന് കണ്ണോടിച്ചു. ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി ആ കാറിൻ്റെ അരികിൽ ചെന്ന് തൻ്റെ ബാഗിൽ നിന്നും ലിപ്സ്റ്റിക് എടുത്ത് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഗ്ലാസ് നോക്കി ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങി. ഗ്ലാസിൽ കൂളിംഗ് ഉള്ളതുകൊണ്ട് അകത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. അടുത്ത നിമിഷം കാറിൻ്റെ ഗ്ലാസ് വിൻഡോ താഴ്ന്നു വരുന്നത് കണ്ടതും നിഹ ഒരു നിമിഷം സ്തംഭിച്ചു പോയിരുന്നു. അതിനേക്കാൾ അവൾക്ക് ഷോക്കായത് അകത്തിരിക്കുന്ന ആളെ കണ്ടിട്ടാണ്. താൻ അന്ന് കാറിൻ്റെ ചില്ല് തകർത്തിട്ട് പോന്ന അവൻ ലവൻ്റെ അതേ കാറിൻ്റെ വിൻഡോ ഗ്ലാസ് നോക്കിയിട്ടാണ് താൻ ഇന്ന് കോപ്രായം കാണിച്ചത്.
രണ്ടു പേരുടെയും മധുരങ്ങൾ തമ്മിൽ നൂലിഴ വ്യത്യാസത്തിലാണുള്ളത്. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. നിഹയ്ക്ക് ലജ്ജ തോന്നി. നിഹ പെട്ടെന്ന് പിൻവലിഞ്ഞു. നേരെ നിന്ന് അയാളെ ഒന്നുകൂടി നോക്കിയപ്പോൾ ആളും അവളെ തന്നെ നോക്കി നിന്നിട്ടുണ്ട്. ഇതേ സമയത്താണ് അക്ഷര വന്ന് അവളുടെ കൈയും പിടിച്ച് വലിച്ചു ധൃതിയിൽ മുന്നോട്ട് നടക്കുന്നത്. അന്നേരം നിഹ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും അയാൾ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. AJയുടെ ഗാർമെൻറ്റ്സ് ഡിസൈനിങ് കമ്പനിയിലാണ് നിഹ വർക്ക് ചെയ്യേണ്ടത്. നിഹ AJ ഡിസൈനിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് മുന്നിൽ ഇരിപ്പാണ്. ഇൻ്റർവ്യൂ ടൈമിൽ നിഹ എല്ലാവരെയും ശരിക്കും ഇംപ്രസ് ചെയ്തിരുന്നു. നിഹയുടെ ടാലൻറ്റ് കണ്ട് അന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയിരുന്നു. അന്ന് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കിയ ഡെമോ ഡിസൈൻ കണ്ട് അവരൊക്കെ നിഹയെ ശരിക്കും അഭിനന്ദിച്ചിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ നിഹയുമായി കുറച്ച് കാര്യങ്ങളൊക്കെയും സംസാരിച്ചു. സിമ്പിളായ വർക്ക് ഡീറ്റെയിൽസൊക്കെയും പറഞ്ഞു കൊടുത്തു. നിഹ കമ്പനിയുടെ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു. ശേഷം കമ്പനിയുടെ മെയിൻ ഡിസൈനറും ന്യൂ പ്രൊജക്ട് ടീം ലീഡറുമായ സെറ എലിസബത്തിനെ HR മാനേജറായ നിഖിൽ പരിചയപ്പെടുത്തി. നിഹ അവരെ നോക്കി ചിരിച്ചപ്പോൾ സെറ ഒന്ന് ജാടയിട്ട് നിന്നു. ശരിക്കും നിഹ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ തൊട്ട് അവൾ സെലക്ട് ആവല്ലേ എന്നായിരുന്നു സെറയുടെ ആഗ്രഹം. നിഹ തനിക്കൊരു വെല്ലുവിളി ആയേക്കാന്ന് സെറയ്ക്കൊരു തോന്നലുണ്ടായി. സെറ ആളൊരു ജലസി പേഴ്സണായിരുന്നു. തൻ്റെ നിലനിൽപ്പാണ് അവൾക്ക് മുഖ്യം. അതിൻ്റെ പുറമെ നിഹയുടെ സൗന്ദര്യം, ഡ്രസ്സിങ് സെൻസ് ഇതൊക്കെ കണ്ട സെറയ്ക്ക് ശരിക്കും കണ്ണുകടി തോന്നി. എങ്ങനെയും നിഹയെ പുറത്താക്കണം എന്ന തോന്നലിൽ നിഹയ്ക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞപ്പോൾ നിഹ അവളുടെ മനസ്സിലിരിപ്പ് അറിയാതെ സന്തോഷത്തോടെ നന്ദി അറിയിച്ചു. ഇതേ സമയത്താണ് നിഖിലിന് ഒരു കോൾ വരുന്നത്. അയാൾ തൻ്റെ ഫോൺ എടുത്ത് ബഹുമാനം കലർന്ന രീതിയിൽ സംസാരിച്ചു. പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു. നിഹാരിക, ഇന്ന് നിഹാരികയുടെ ഡേ ആണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ നിഹാരികയെ പറ്റി സാറിനോട് പറഞ്ഞിരുന്നു. ആദം സാറിനെ നിഹാരികയെ കാണണമെന്ന്. നിഖിൽ പറഞ്ഞത് കേട്ടതും നിഹ ചോദ്യഭാവത്തിൽ നിഖിലിനൊന്ന് നോക്കി. ആദം സാർ? ആദം സാറിന് അറിയില്ലേ? നിഖിൽ ചോദിച്ചു. ഇല്ല, നിഹ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എടോ, AJ ഡിസൈൻ സ്പോട്ടിൻ്റെ ഫൗണ്ടറും MDയുമാണ് ആദം ജോൺ കളരിക്കൽ. ആൾ അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനറും സ്റ്റൈലിസ്റ്റും ഫിലിം ഇൻഡസ്ട്രിയിലെ അറിയപ്പെടുന്ന കോസ്റ്റ്യൂം ഡിസൈനറുമാണ്. നിഖിൽ ആദമിനെ പറ്റി നിഹയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഒരു ഡിസൈനർ സ്റ്റുഡൻ്റ് ആയിട്ട് പോലും ആദം ജോണിന് അറിയില്ലെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അതുമല്ല, AJ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വന്നിട്ടേ MD ആരാണെന്ന് പോലും അറിയില്ല. സെറ അവസരം മുതലാക്കി. സോറി മാഡം, എനിക്കറിയില്ലായിരുന്നു. അത് കുഴപ്പമില്ലടോ. ആദം സാർ മീഡിയാസിന് മുന്നിൽ അധികം വരാറില്ലല്ലോ. അതാണ് സാറിനെ പറ്റി ആർക്കും വലിയ അറിവില്ലാത്തത്. സാർ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ ഈ സ്ഥാപനത്തിൽ വരുന്നത്. എങ്കിൽ നിഹ ചെന്നോളൂ, നിഖിലാണ് പറഞ്ഞത്. താങ്ക് യു സാർ. അത്രയും പറഞ്ഞ് നിഹ ആ മുറിവിട്ടിറങ്ങി. നിഹയും കാത്തി ക്യാബിനിൽ വെളിയിൽ അക്ഷരയുണ്ടായിരുന്നു. അക്ഷരയുടെ കയ്യിൽ തൻ്റെ ഫയൽ കൊടുത്ത് അവളുടെ കയ്യിലെ വാട്ടർ ബോട്ടിലിൽ നിന്നും വെള്ളം കുടിച്ച് ഫയലും തിരികെ വാങ്ങി നിഹ MDയുടെ ക്യാബിൻ ലക്ഷ്യം വെച്ച് നടന്നു. ഡോറിൽ തട്ടി പെർമിഷൻ വാങ്ങി നിഹ അകത്ത് കയറി. ഇതേ സമയം ആദം റിവോൾവിംഗ് ചെയറുമായി മുഖം തിരിഞ്ഞു ഇരുന്നിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ സാർ, നിഹ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. യെസ് എന്നും പറഞ്ഞ ആദം അവൾക്ക് നേരെ തിരിഞ്ഞതും തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ കണ്ട് നിഹ പകച്ചു പോയിരുന്നു. താൻ മാങ്ങ മോഷ്ടിക്കാൻ നേരം ഉടക്കുണ്ടാക്കിയ ആ ഡ്രാക്കുള. നിഹയുടെ ഓർമ്മകൾ അന്നേ ദിവസത്തിലേക്ക് ചെന്നു. യെസ്, ഹു ആർ യു ആൻഡ് വാട്ട് ഡു യു വാണ്ട്? നിഹയ്ക്ക് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ആദം ജോൺ കളരിക്കൽ? നിഹ സംശയത്തോടെ ചോദിച്ചു. യെസ്, ഞാനാണ്. എന്ത് വേണം? സർ, ഐ ആം നിഹാരിക ദാസ്. അസിസ്റ്റൻറ്റ് ഡിസൈനർ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വന്നതാ. അന്നേരം ആദം സർട്ടിഫിക്കറ്റ്സൊക്കെ താ എന്ന പോലെ കൈ നീട്ടിയതും അവൾ സർട്ടിഫിക്കറ്റ് അടങ്ങുന്ന ഫയൽ അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൻ കൂടുതലൊന്നും ചോദിക്കാതെ ഫയൽ തുറന്നു നോക്കി. കവറിലെ CV-യിലെ പേരും ഫോട്ടോയും സർട്ടിഫിക്കറ്റ്സും അടക്കം ഫയൽ മുഴുവൻ അക്ഷരയുടെയാണ്. അവൻ ഫയലിനെയും അവളെയും മാറി മാറി നോക്കി. വാട്ട്സ് യുവർ നെയിം? നിഹാരിക ദാസ്. ദെൻ വാട്ട് ഈസ് ദിസ്? അക്ഷര രാഘവ് എന്ന CV നെയിം അവൾക്ക് നേരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൻ അല്പം കനപ്പിച്ച് ചോദിച്ചു. സോറി സാർ, അതെൻ്റെ ഫ്രണ്ടിൻ്റെയാ. ഫയൽ മാറിപ്പോയതാ. ഞാനിപ്പോൾ കൊണ്ടുവരാം സാർ എന്നും പറഞ്ഞവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അക്ഷരയുടെ അരികിൽ വന്ന് അവളുടെ കയ്യിലെ ഫയൽ വാങ്ങി മറിച്ചു നോക്കി. അത് തൻ്റേതാണെന്ന് ഉറപ്പുവരുത്തി മുഖം അമർത്തി തുടച്ചു. എന്താ നീ വല്ലാണ്ടിരിക്കുന്നത്? അക്ഷര ചോദിച്ചു. എങ്ങനെ വല്ലാണ്ടിരിക്കും? ഞാനിപ്പോൾ ഡ്രാക്കുളയുടെയും കടലിൻ്റെയും നടുക്കാണുള്ളത് എന്ന് മാത്രം പറഞ്ഞ് ഫയലുമായി ഒരു ഓട്ടായിരുന്നു.
ഡോറിൽ നോക്ക് ചെയ്ത് പെർമിഷൻ വാങ്ങിച്ചു അകത്ത് കയറി ഫയൽ അവനെ ഏൽപ്പിച്ചു. അവൻ അവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കി. ശേഷം അടച്ചു വെച്ച് ഒന്നും പറയാതെ തിരികെ നിഹയെ ഏൽപ്പിച്ചു. അയാളുടെ മൗനമായിരുന്നു നിഹയെ ഞെട്ടിച്ചത്. ഏത് നിമിഷവും അവൻ തന്നെ കടിച്ചു കീറുമെന്ന് കരുതി നിൽക്കുവാണ് അവൾ. ആദം തൻ്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. അല്പനേരം കഴിഞ്ഞ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അയാൾ അകത്ത് വരാനുള്ള അനുമതി നൽകി. സെറയും നിഖിലും ആയിരുന്നു അത്. നമ്മുടെ പുതിയ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണല്ലോ 4 ഡിസൈനർ ട്രെയിനീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. ശരക്ക് 3 പേരെ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിലേ അവരുമായി ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ 4മതൊരാളെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാം. നിഖിലിനോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ആദം ഇരുവരോടായി പറഞ്ഞു. സർ, പക്ഷെ നിലവിൽ നമ്മൾ 4 പേരെ സെലക്ട് ചെയ്തതാണല്ലോ, നിഖിലാണ് പറഞ്ഞത്. ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഡിസൈനിങ് ടീമിലേക്ക് സെലക്ട് ചെയ്ത 4 പേരിൽ 3 പേരെ ഉണ്ടാവുള്ളൂ, എക്സെപ്റ്റ് നിഹാരിക ദാസ്. ആദം പറഞ്ഞത് കേട്ടതും നിഹയടക്കം എല്ലാവരുടെയും മുഖത്ത് നടുക്കം. നിഹയ്ക്കൊന്നും മനസ്സിലായില്ല. നിഖിൽ എന്തോ പറയാൻ വന്നതും ആദം അവനെ തടഞ്ഞു. എന്നാൽ സെറയുടെ മുഖം ഇത് കേട്ട് വിടർന്നു. ആദം തുടർന്നു. ഈ നിൽക്കുന്ന നിഹാരിക ദാസ് ഈ നിമിഷം മുതൽ എൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരിക്കും. അതുകൊണ്ടേ നിഹാരിക സെറയുടെ കൂടെ പുതിയ പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കില്ല. സെറയ്ക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടതെന്ന്. ഓക്കെ സർ, ഞാൻ 3 പേരെ വെച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനിയൊരാൾ വേണമെന്നില്ല. സെറ കിട്ടിയ അവസരം മുതലാക്കി. ശേഷം ആദം ഇരുവരോടായി പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നാൽ ഇതൊക്കെ കേട്ട് തറഞ്ഞു നിൽക്കുമായിരുന്നു നിഹ. ആദം ഇത്രയും നേരം മൗനം പാലിച്ചത് എന്തിനാണെന്ന് അവൾക്കിപ്പോൾ മനസ്സിലായി. എന്നാൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യല്ലേ മിസ് നിഹാരിക ദാസ്? ആദം വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കി ചോദിച്ചു. സോറി സർ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പേഴ്സണൽ സെക്രട്ടറിയുടെ ജോബ് പോസ്റ്റിലേക്കല്ല അപേക്ഷിച്ചത്. എൻ്റെ പാഷൻ ആൻഡ് പ്രൊഫഷൻ അത് ഡിസൈനർ ആവുക എന്നതാണ്. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട സർ, ഞാൻ പോവാണ് എന്നും പറഞ്ഞ് അവൾ തിരികെ നടക്കാനൊരുങ്ങി. മിസ് നിഹാരിക ദാസ്, അങ്ങനെ അങ്ങ് പോയാലോ? പിൻവലി കേട്ടത് നിഹ അവന് നേരെ തിരിഞ്ഞു. ദാ ഇത് കണ്ടോ, താൻ നേരത്തെ സൈൻ ചെയ്ത എഗ്രിമെൻറ്റ് പേപ്പേഴ്സ്. താൻ എൻ്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുവാണെന്നും 2 വർഷക്കാലം ഈ കമ്പനിയിൽ ഞാൻ പറയുന്ന എന്ത് ജോലിയും ചെയ്തോളാം എന്നും പറഞ്ഞ് താൻ സൈൻ ചെയ്ത സമ്മതപത്രം. തനിക്ക് ഈ ജോലി വേണ്ടെങ്കിൽ ആ 10 ലക്ഷം ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ആദം പറഞ്ഞ വാക്കുകൾ കേട്ട് നിഹ പകച്ചു പോയിരുന്നു. അവൻ തന്നോട് കണക്ക് തീർക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ സാർ പക തീർക്കുകയാണ് അല്ലേ? ആണെങ്കിൽ കോടികളിൽ വിലമതിക്കുന്ന എൻ്റെ ലിമിറ്റഡ് എഡിഷൻ കാറിൻ്റെ ഗ്ലാസ്സാണ് നീ തകർത്തത്. അതിൻ്റെ ഗ്ലാസിൻ്റെ വിലയാണ് ഞാനിവിടെ എഴുതി ചേർത്തത്. നീ എന്താ കരുതിയേ? എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നെ തെറിവിളിച്ചു പോയാൽ നിന്നെ ഞാനിവിടെ ഡിസൈനറായി വാഴിക്കൊന്നോ? ഒരിക്കലുമില്ല. 2 വർഷക്കാലം നീ എൻ്റെ അടിമയായിരിക്കും. വെറും അടിമ. അടിമപ്പണി എടുക്കാനേ എന്നെ കിട്ടില്ല സാറേ, വേറെ ആളെ നോക്കണം. നിഹയും വിട്ടുകൊടുത്തില്ല. ഓക്കെ, ദെൻ ഐ വിൽ മൂവ് ലീഗലി. കേസ് തോറ്റാലേ ഒരു റെപ്യൂട്ടഡ് ഫേമിനെ അവഹേളിക്കാൻ ശ്രമിച്ചു എന്നതിനെ കമ്പനി ആവശ്യപ്പെടുന്ന കോമ്പൻസേഷൻ തരാൻ നിഹാരിക ബാധ്യസ്ഥയാണ്. അത് ചിലപ്പോൾ കോടികളാവാം. ഒരു സാധാരണ എസ്ഐയുടെ സഹോദരിയെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? ആദം തന്നെ ശരിക്കും ട്രാപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ആദം പറഞ്ഞ ആ കോടികൾ പോയിട്ട് 10 ലക്ഷം വരെ തൻ്റെ അനിയേട്ടനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതുമല്ല, തൻ്റെ പഠനത്തിന് വേണ്ടി തൻ്റെ ചേട്ടന് ഒരുപാട് കഷ്ടപ്പെട്ടതാ. ഇനിയും തൻ്റെ ചേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. ചിലപ്പോൾ ഈ 2 വർഷം കൊണ്ട് താൻ എന്തൊക്കെയോ സ്വന്തമാക്കുമായിരുന്നു. അതാണ് ഇയാൾ ഇല്ലാതാക്കിയത്. പക്ഷെ തോൽക്കാൻ അവൾ ഒരുക്കമില്ലായിരുന്നു. തൽക്കാലം ഇയാളുടെ ആയി തുടരാം. എത്രയും പെട്ടെന്ന് ആ എഗ്രിമെൻറ്റ് പേപ്പേഴ്സ് എങ്ങനെയും കൈക്കലാക്കണം. ഒപ്പം ഈ ഡ്രാക്കുളൊക്കെ പറ്റുന്ന പോലെ പണിയും വേണം. ഇയാളുടെ ഈ കമ്പനി കുത്തുപാള എടുപ്പിച്ചിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ. ഈ നിഹാരിക ആരാണെന്നേ ആദം ജോൺ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിഹ തൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു. തനിക്ക് നേരെ അവൻ വിരൽ ഞൊടിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നുണരുന്നത്. സമ്മതം സാർ, എനിക്ക് സമ്മതമാണ്. നിഹയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഓക്കെ, ഗുഡ്. എന്നാൽ ഇപ്പം തന്നെ നമുക്ക് ജോലി തുടങ്ങിയാലോ? ഓക്കെ സാർ, ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് ഈ ഫയലൊന്ന് കൊടുത്തിട്ട് വന്നോട്ടെ. നിഹ പറഞ്ഞത് കേട്ട് ആദം അമർത്തി മൂളി അവൾക്ക് അനുമതി കൊടുത്തു. അന്നേരം നിഹ അവിടെ നിന്ന് ഇറങ്ങി. നിഹാരിക ദാസ്, ഈ ആദം ജോൺ ആരാണെന്നേ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അവളുടെ പോക്ക് നോക്കിക്കൊണ്ട് ആദം സ്വയമേ ഒന്ന് പറഞ്ഞു. ഇതേ സമയം പുറത്തെത്തിയ നിഹ അക്ഷരയോടെല്ലാം തുറന്നു പറഞ്ഞു. അക്ഷര അവരുടെ ടീം മെമ്പേഴ്സുമായി ഡിസ്കഷനിലായിരുന്നു. അത് കണ്ടപ്പോൾ നിഹയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. ഈ ജോലി താൻ എന്തുമാത്രം സ്വപ്നം കണ്ടതാ, എന്നിട്ടിപ്പോൾ എല്ലാം തകരുവാണോ എന്ന തോന്നലിൽ അവളുടെ കണ്ണ് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു നടക്കാൻ നേരാണ്
തൻ്റെ ഫോണിലേക്ക് ചെകുത്താൻ എന്ന നമ്പറിൽ നിന്നും ഒരു കോൾ വരുന്നത്. നിഹ അതീവ ദേഷ്യത്തോടെ കോൾ എടുത്തു. ഹലോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? എന്തിനാ ബേബി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആരാടോ തൻ്റെ ബേബി? തനിക്കിപ്പോൾ എന്താ വേണ്ടേ? ഐ നീഡ് യു. എനിക്ക് നിന്നെ വേണം. എന്താ, തരോ? യു? ദേ പിന്നെയും ദേഷ്യം. എനിക്ക് നിന്നെ അങ്ങ് ബോധിച്ചു, ശരിക്കും ബോധിച്ചു. നിന്നെ എന്നേക്കുമായി സ്വന്തമാക്കിയാലോ എന്നാലോചിക്കുക. ഈ ചെകുത്താൻ്റെ മാത്രം പെണ്ണായി. ഇതുകൂടി ആയതും നിഹ ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായി. അവൾ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്ത് ആദമിൻ്റെ ക്യാബിൻ ലക്ഷ്യം വെച്ച് നടന്നു. ഇതേ സമയം നിഹയ്ക്ക് 8ന്റെ പണി ഒരുക്കി അവളുടെ വരവും കാത്തിരിപ്പാണ് ആദം.